ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ഒരു സ്വിംഗ് ട്രേഡിൻ്റെ റെക്കമെൻഡേഷൻ വീഡിയോ ആണ്, സജഷൻ വീഡിയോ ആണ്. സോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിൻ്റെ പേര് IRB ഇൻഫ്രാ ഡെവലപ്പേഴ്സ് എന്നാണ്. സോ ഈ ഒരു സ്റ്റോക്കിൻ്റെ മന്ത്ലി ടൈം ഫ്രെയിം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സോ മന്ത്ലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നല്ല രീതിയിലൊരു കൺസോലേഷൻ കൊടുത്തതിന് ശേഷം ബ്രേക്കൗട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് നല്ല രീതിയിലൊരു കൺസോലേഷനും അതിനുശേഷം നല്ലൊരു ബ്രേക്കൗട്ട് കൊടുത്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് ബ്രേക്കൗട്ട് കൊടുത്ത് നല്ല രീതിയിൽ മുകളിലേക്ക് ഒരു മൊമെൻറ്റം കാഴ്ചവെച്ചിരുന്നു. സോ റീസെൻ്റ്ലി ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു ഹൈ മൊമെൻറ്റിന് ശേഷം ഈ ഒരു ഏരിയയിൽ ചെറിയ രീതിയിലൊരു കൺസോലേഷൻ നടന്നിരുന്നു. നമ്മൾ വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ട്രോങ് ഒരു അപ്പ് മൂവിന് ശേഷം ചെറിയ രീതിയിലൊരു കൺസോലേഷനിലേക്ക് പോയിരുന്നു. സോ ഈ ഒരു സ്ട്രോങ് ക്യാൻഡിൽസ് ഈ ഒരു ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ വലിയൊരു ബിഗ് സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽസ് ശേഷം ചെറിയ സ്മോൾ ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഇത്തരം ക്യാൻഡിൽസ് എല്ലാം റീട്രേസ്മെൻറ്റ് ക്യാൻഡിൽസ് ആണ്. സോ റീട്രേസ്മെൻറ്റ് ക്യാൻഡിൽസിന് ശേഷം ഈ ഒരു ചാനൽ പാറ്റേണിലേക്ക് സ്റ്റോക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇവിടുന്ന് നമുക്ക് ഈ ലൈൻസ് എല്ലാം ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു എന്താ പറയുക ഒരു ചാനൽ പാറ്റേൺ ഇവിടെ ലഭിക്കുന്നതാണ്. സോ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു നല്ല സ്ട്രോങ് അപ്പൂവിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ചാനൽ പാറ്റേണിനുള്ളിൽ കുറച്ച് നാൾ ട്രേഡ് ചെയ്തിരുന്നു. അതായത് ഈ ഒരു ചാനലിനുള്ളിൽ നല്ല രീതിയിൽ കൺസോളേഷൻ നടന്നിരുന്നു. സോ ഈ ഒരു കൺസോളേഷൻ ബ്രേക്കൗട്ട് കൊടുക്കാൻ വേണ്ടി ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് വലിയ സ്റ്റോക്ക് തോന്നുന്നത് ഇവിടെ നല്ല രീതിയിൽ സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ വന്ന് ക്ലോസ് ആയിട്ടുണ്ട്. സോ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഏരിയയ്ക്ക് മുകളിലായിട്ട് ക്ലോസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഈ ഒരു ഏരിയയിലൂടെ ജോയിൻ ചെയ്ത് ഒരു റെസിസ്റ്റൻസ് ഏരിയ വരയ്ക്കുകയാണ്. ഏരിയയ്ക്ക് മുകളിലായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ക്ലോസ് കൊടുത്തിരുന്നു. സോ വരുന്ന ദിവസം അല്ലെങ്കിൽ മൺഡേ തന്നെ നിങ്ങൾക്ക് ഒരു 78 രൂപയ്ക്ക് ഈ റേഞ്ചിൽ 78 റുപ്പീസ് റേഞ്ചിലുള്ള നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. അങ്ങനെ എൻട്രി എടുക്കുകയാണെങ്കിൽ ടാർജറ്റ് മുകളിലേക്ക് ഈ ഒരു ഡിപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ചാനൽ പാറ്റേണിൻ്റെ ഈ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, ഇത്ര തന്നെ നമുക്ക് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു ഓൾമോസ്റ്റ് ഒരു 28%, അതായത് 30% നമുക്ക് മുകളിലേക്ക് ടാർജറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മുകളിലേക്ക് ഇവിടുന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 94-95 രൂപയ്ക്ക് അടുത്തായിട്ട് നമുക്ക് ടാർജറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ 95 റുപ്പീസ് നമുക്ക് ടാർജറ്റ് അവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം. 95 ഒന്ന് വലുതാക്കിയാണ് തിരിച്ചതായി പോകുന്നു. ടാർജറ്റ് ഒരു TRGT ഒരു 95 റുപ്പീസ് വരെ നമുക്ക് 95 റുപ്പീസ് വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. എൻട്രി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 78 റുപ്പീസ് ഈ TRY ഒരു 78 രൂപയ്ക്ക് മുകളിൽ ക്ലോസ് കൊടുക്കുകയാണെങ്കിൽ 78 രൂപയ്ക്ക് റേഞ്ചിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് വേണമെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ താഴെയായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതായത് ഒരു 70 രൂപ അല്ലെങ്കിൽ 70.5 രൂപ 70.5 റുപ്പീസിന് താഴെ സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസ് കൊടുക്കുകയാണെങ്കിൽ SL ഒരു 70.5 രൂപയ്ക്ക് താഴെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടതാണ്. സോ ഒരു റിസ്ക് റിവാർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1:2 വരെ റിസ്ക് റിവാർഡ് തരാൻ ചാൻസ് ഉള്ള സ്റ്റോക്കാണ്. റിസ്ക് റിവാർഡ് നോക്കുകയാണെങ്കിൽ 1:2.5 വരെ നമുക്ക് റിസ്ക് എടുക്കാൻ സാധിക്കും. അതായത് ഒരു 8-9% നമുക്ക് റിസ്ക് എടുക്കുകയാണെങ്കിൽ മുകളിലേക്ക് ടാർജറ്റ് ഒരു 20-21% വരെ നമുക്ക് ടാർജറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നല്ല സ്ട്രോങ് മൊമെൻറ്റം തരാൻ ചാൻസ് ഉള്ളൊരു സ്റ്റോക്കാണ്. സോ മൺഡേ തന്നെ അല്ലെങ്കിൽ വരുന്ന വീക്കിൽ തന്നെ നോക്കുകയാണെങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല, ഞാൻ എൻ്റെ സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഇവിടെ എൻട്രി ലഭിക്കുകയാണെങ്കിൽ ഞാനും ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നതാണ്. സോ നിഫ്റ്റി ഈ ഒരു ചാനൽ പാറ്റേൺ ബ്രേക്കൗട്ട് കൊടുത്ത് ഓൾമോസ്റ്റ് ഒരു ബ്രേക്കൗട്ട് കൊടുത്ത മാതിരി തോന്നുന്നുണ്ട്. സോ മുകളിലേക്ക് ഈ ഒരു പാറ്റേൺ ബ്രേക്കൗട്ട് കൊടുത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 24,000 വരെ നമുക്ക് 24,500 വരെ നമുക്ക് ടാർജറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ നിഫ്റ്റി ഈ ഒരു ചാനൽ പാറ്റേൺ ബ്രേക്കൗട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ വരുന്ന സ്റ്റോക്കുകളും അതിൻ്റെ കൂടെ തന്നെ ആ ഒരു സ്റ്റോക്കുകളും എല്ലാം ഈ ഒരു ബ്രേക്കൗട്ട് കൊടുത്ത് മുകളിലേക്ക് പോകാൻ ഒരു ബുള്ളിഷ് മൊമെൻറ്റം വരുന്ന വീക്കുകളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഒരു ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു, ഇന്ത്യ തന്നെയാണ് അധികാരത്തിൽ വരുന്നത്. സോ ഒരു പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് കാണുന്നത്. ആ ഒരു ഇലക്ഷൻ റിസൾട്ട് ഡേയുടെ അന്ന് നല്ല രീതിയിൽ ഫോളോ തന്നെങ്കിലും അടുത്ത 3 ദിവസങ്ങൾ അത് കഴിഞ്ഞുള്ള 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു മുഴുവൻ ഫോളും റിക്കവർ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ചാനൽ പാറ്റേണിനുള്ളിൽ തന്നെ നിഫ്റ്റി ഏകദേശം ഒരു എത്ര പറയുക ഒരു 3-4 മാസമായിട്ട് ഈ ഒരു ഏരിയ തന്നെ ഈ ഒരു ചാനൽ പാറ്റേണിനുള്ളിൽ തന്നെ പ്ലേ ചെയ്ത് വരികയായിരുന്നു, കൺസോളിഡേറ്റ് വരികയായിരുന്നു. സോ ഇവിടുന്ന് ബ്രേക്കൗട്ട് കൊടുക്കുകയാണെങ്കിൽ ബ്രേക്കൗട്ട് കൊടുത്ത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മൊമെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ ഞാൻ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വരുന്ന ദിവസങ്ങളിൽ വളരെയധികം വീഡിയോസ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും ചാനലിൽ. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗുഡ് ഡേ.